ഹായ് ഹലോ. നാളെ നോമ്പെടുക്കാൻ വേണ്ടി പെലച്ചക്ക് അത്താഴത്തിന് കഴിക്കാനുള്ള കറി ഉണ്ടാക്കണ ഒരുക്കത്തിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതാ കുറേ ചക്കക്കുരു ഉണ്ടായിരുന്നു. വെയിലായതുകൊണ്ട് അതിൻ്റെ തൊലിയൊക്കെ ഉണങ്ങിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്ലാസ്റ്റിക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് അതിൻ്റെ ഈ ചുമന്ന തൊലി ഉണ്ടല്ലോ, അത് വിറ്റാമിനാണ്, അത് കഴിക്കുന്നത് നല്ലതാണ്, കളയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനിതെങ്ങനെ ഒരു കല്ലറിലിട്ട് അത് കുത്തിയിട്ട് അതിൻ്റെ പ്ലാസ്റ്റിക് തൊലി കളഞ്ഞ് അത് കഷ്ണങ്ങളാക്കിയിട്ട് ഇതൊക്കെ ഇട്ടിട്ടാണ് കറി ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതാ അതിക്കിടാൻ വേണ്ടിയിട്ട് ഒരു 3-4 ഇരുമ്പമ്പുളി എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മാവുമെന്ന് ഒരു 2 കണ്ണിമാങ്ങയും കൂടി പറിച്ചിട്ടുണ്ട്. പിന്നെ നല്ല പഴുത്ത തക്കാളിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. എന്നും ഈ താളിപ്പായിട്ടേ മടുത്തിക്കുന്നുണ്ടോ. അപ്പോൾ ഒരു എരിവും പുളിയൊക്കെ ഉള്ളൊരു കറി ഇട്ടിട്ട് ചോറ് കഴിക്കാനൊരാഗ്രഹം പെലച്ചക്ക്. അപ്പോൾ അതാ ചക്കക്കുരു കഴുകിയിട്ടു. നമ്മുടെ ഇരുമ്പമ്പുളി പറിച്ചത് 4ആയിട്ട് കീറി അതിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് തക്കാളി ഇട്ടിട്ടുണ്ട്, 2 തക്കാളി, കുഞ്ഞ് തക്കാളി. പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ 2 കണ്ണിമാങ്ങ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നമ്മളിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ 1-2 വിസിൽ കേട്ടോ. അത് വിസിൽ വന്നതോടുകൂടി വെന്ത് നല്ലോണം അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്കിത് കുറച്ച് കടുകും ഉലുവും ഒക്കെ ഇട്ടിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ച് ഒന്ന് തൂമിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മളെ കറി വെന്ത് നല്ലൊരു പുളിമണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ താളിപ്പായിട്ട് മടുത്ത് പോയിട്ടുണ്ട്. പിന്നെ മീൻ കറി ഒന്നും കഴിച്ച് ചോറിന് ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ, ഒരു റാഹത്തായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതാ ഈ ഇറച്ചി മീനും മുട്ടയൊക്കെ കഴിക്കുന്നതിലേറെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള നാടൻ കറികളാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കറിയും വേണം, താളിപ്പും വേണം. പിന്നെ സ്പെഷ്യലായിട്ട് ഞാനിതാ മാങ്ങ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ, അപ്പോൾ മാങ്ങ ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് ചെമ്മീൻ കഴുകി അതും ഒന്ന് വറുത്തെടുക്കണം. മുളക് ഞാൻ കഴുകി ഉണക്കി വെച്ചതായിരുന്നു. അപ്പോൾ ആ മുളക് 4 എടുത്തിട്ട് അതും വറുത്തിട്ട് നമ്മളെ കണ്ണിമാങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു നല്ലൊരു അടിപൊളി ചമ്മന്തി. ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ തന്നെ മതി കേട്ടോ. ചോറ് കഴിക്കണവർക്ക് ഇഷ്ടം പോലെ കഴിക്കാം. ഒരു പക്ഷേ ഇന്നെപ്പോലെ ആരും അങ്ങനെ കഴിക്കുന്നുണ്ടാവും കേട്ടോ. എനിക്ക് അങ്ങനെയുള്ള കറിയൊക്കെ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ ഇഷ്ടംപോലെ ചോറ് കഴിക്കാൻ പറ്റും. അപ്പോൾ അതാ ഒരു വാടിയ മാങ്ങയും കിട്ടിയിട്ടുണ്ട്. ചെനച്ചതാണോ വാടിയതെന്നാണോ അറിയില്ല. ഫസ്റ്റിലുണ്ടായ മാങ്ങയാണ് അത്. ഒരു വാട്ടം കണ്ടപ്പോൾ ഞാൻ പറിച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചമ്മന്തിക്ക്. ചീരക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ മാഷാ അല്ലാഹ് ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ കറി ഉണ്ടാക്കലുണ്ടോ, ഉണ്ടാക്കലില്ലേ, നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ? അപ്പോൾ അത് കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ മാഷാ അല്ലാഹ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ 16ാമത്തെ നോമ്പ് നോക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ആണിത്. ഇന്ന് 16ാമത്തെ നോമ്പും കഴിഞ്ഞു. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. എല്ലാവരോടും സ്നേഹം മാത്രം. ടാറ്റാ.